ടോണിക്കുട്ട അവസാനമാണ്. ഞാനിപ്പം വന്നത് ഒരു അർജന്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി നടക്കപ്പോറത് യുദ്ധം. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. നമുക്കൊന്നും പറയണ്ട. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ ചെവുകുറ്റി അടിച്ചു പൊട്ടിച്ച നമ്മളെ കാര്യം പറയാലോ. നാണം കെട്ടവനെ. എടാ ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയത്തില്ലേ? നിന്റെ കൂട്ടുകാരനില്ലേ അതുല, അവന്റെ ചെവിക്കലാണ് നീ ആദ്യം വീട്ടിൽ ചെന്ന് അടിച്ചു പൊട്ടിക്കണത്. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയാലോ. നോക്കടാ, ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇത് ഉണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാ മതി. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. എടാ നാണം ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇത് ഉണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. അപ്പൊ ഇത് എന്നെയും കൊണ്ടേ പോവൂ. എടാ വിവി വേണ്ട. എടാ നാണമില്ലാത്ത വേറെ ഒരുത്തനെ ഞാൻ കണ്ട. അവനെ പിന്നെ അൽത്തോപ്പോ ആ നാശത്തിനെ ഒന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വിറ്റടാ, ഉണ്ടാക്കടാ, കാശ് ഉണ്ടാക്കടാ. അതേ ഒരുത്തൻ കാറ് മേടിച്ചിരുന്നു സുധിയെ വിറ്റിട്ട്. എല്ലാരും വിളിച്ചു. എടാ നീ നാണം ഉണ്ടെങ്കിൽ നീ ചെന്ന് അടിക്കടാ അവന്റെ കുറ്റിക്കെട്ട്. ഇതുണ്ടാക്കി അവനിട്ട്, നിന്റെ കൂട്ടുകാരനിട്ട് തൊപ്പിയും വെച്ചോണ്ട് എന്നെ ആ ആങ്കറിനെ ആ കൊച്ചിനെ അല്ല പറയേണ്ടത്. നാണം കെട്ട വർഗങ്ങളായി പോയല്ലോടാ. എടാ നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ് നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാർ എടുത്തില്ലേ? എടാ എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കുവനെ. എന്നെ പറ്റി എന്നാടാ ഞാൻ ശരീരം വിറ്റ്? നിന്റെ വീട്ടിലുള്ളവടെയാടാ വിറ്റുണ്ടാക്കുന്നത്, ഞാനല്ല. നായിന്റെ മോനെ തന്നെ വിളിക്കും. പന്ന വൃത്തികെട്ട കുറെ നാളായി സഹിക്കുന്നു ക്ഷമിക്കുന്നു. ക്ഷമയ്ക്കും ഒരതിരുണ്ട്. നീയൊക്കെ ഞാൻ ക്യാൻസർ ആന്ന് പറഞ്ഞിട്ടും നിനക്കൊന്നും അടക്കമില്ലല്ലേ? അപ്പൊ എന്നെ വിറ്റ് നീയൊക്കെ ഉണ്ടാക്കി കാശ് കൊണ്ടല്ലേടാ കാറിനകത്ത് ഞെളിഞ്ഞു പോകുന്നേ മറ്റേ മോനെ. അവന് ജീവിതം മടുത്തു കാണോടി. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വന്ന് വണ്ടിക്ക് തല വെക്കോ? നീ കാറ് മേടിച്ചില്ല എന്നെ വിറ്റിട്ട്. നാണം കെട്ടവനെ. എന്നെ വിറ്റ എന്റെ വ്യൂസ് അല്ല നിനക്ക് എവിടെയാണോ വ്യൂസ് ഉള്ളത്? നാണമില്ലാത്തത് മറ്റേ മോനെ. ഇനിയെങ്കിലും നീ നിർത്തടാ. എന്തൊരു പൊളിച്ചറിയാടോ നിന്നെയൊക്കെ തെറി നായിന്റെ മോനെ നല്ല വിളിക്കേണ്ടത്. വളർത്തിയതിന്റെ ഗുണമാണ്. നിനക്കൊക്കെ എന്തു എന്നെ വിളിക്കാം. മറ്റേ മോളെ, മറിച്ച മോളെ, ശരീരം വിൽക്കുന്നവളെ, മറ്റേ കളിക്കാരി, ഇതൊക്കെയല്ലേ നീ. അല്ല നോബിളേട്ടോ, അതൊരു മാതിരി കോത്താഴത്തെ പരിപാടിയാണല്ലോ. എടാ എന്നെ സംബന്ധിക്കുന്ന കാര്യമാടാ അത്. അപ്പൊ എനിക്ക് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. നീ നിന്റെ അമ്മച്ചി വന്ന് സംസാരിക്കും അതിനകത്ത്. എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറി നിന്ന് കരയണം. അടുത്തത് ശരീരം വിറ്റ കഥ അടക്കം പുറത്ത് വിട്ടെന്ന്. ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. നല്ലോണം കിട്ടിയല്ലേ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ. അല്ല ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. ഇവന് നാണമുണ്ടോ ഈ ഉണ്ട കണ്ണും കണ്ണാടിയും വെച്ചോണ്ട് ഈ നാണം കെട്ട നാശത്തിൽ ഇങ്ങനെ പറയാം. വേറെ ഒരുത്തിയുണ്ട്, അവളെ ഞാൻ പിന്നെ വെറുതെ വിട്ട്. അവൾക്ക് പത്തിയുടെ പാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് ഒരിക്കലും അത് നേരെ ആകത്തില്ലെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, ഒരു ഡാഷ് മോള്. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങുന്നു.